പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് മൈദ കലക്കുക, ദോശ പോലെ ചുടുക, കുറച്ച് മസാലയും മുട്ടയും കൂടെ റെഡിയാക്കിയ പലഹാരം റെഡി. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം തയ്യാറാക്കുന്ന വിധം നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ? ഇതിലേക്ക് വേണ്ടി 3 മുട്ട വേവിച്ച് കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്, പകുതി വീതം. സ്റ്റവ് കത്തിച്ചൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് മതി. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എണ്ണയിലിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഓരോ മുട്ടയായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ടിട്ട് കൊടുക്കാം, അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മുളകാണ്. ഞാൻ ഈ മുളകാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ക്യാപ്സിക്ക ഇല്ല. ഇത് നമ്മളെ വീട്ടിലുള്ള മുളക്. ഇത് തൊണ്ടൻ പച്ചമുളകെന്ന് പറയും, നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇത് എരിവ് കുറവാണ്, ക്യാപ്സിക്കം പോലെ. ഇനി ഒരു തക്കാളി, അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം കുരുവൊക്കെ കളഞ്ഞിട്ട് സൈഡിലുള്ളത് മാത്രം, പുറം തോട് മാത്രം എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് അത് ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കുറവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണാണ്. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി വേണ്ടത് ചാട്ട് മസാലയാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത്രയും മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ള മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ മസാല ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 250 ഗ്രാം കപ്പിൻ്റെ 1/2 കപ്പ്. അത് ഒരു ബൗളിലിട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലോണം കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കണം.
അപ്പോൾ 250 ഗ്രാം കപ്പിൻ്റെ 1 കപ്പിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. ഇത്രയും ലൂസിന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ലൂസാവണം മാവ്. ഒരു 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2.25 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം. കാരണം കട്ടി കുറച്ച് നമുക്ക് ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 3 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 കപ്പായപ്പം കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടയി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വെന്തിട്ട് മറിക്കാം. മറിച്ചിട്ട് കൊടുക്കാം. സൈഡൊന്ന് മടങ്ങിപ്പോയി. ഇനി ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എത്രയും മതിയാവും. ഇനി അടുത്തത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാം ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മസാലയൊക്കെ വെച്ച് മടക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മൈദ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സൈഡിൽ. ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇവിടെ ഒന്ന് ബ്രഷ് ഇട്ട് തൂത്ത് കൊടുക്കാം. ഇനി ഈ സൈഡിലും കൂടെ ഒന്ന് ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം.
അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇതേപോലെ മടക്കിയെടുത്തിട്ട് വരാം. അപ്പം മസാലയെല്ലാം വെച്ച് മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ച് പാൻ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടി വളരെ കുറച്ച് എണ്ണ മതിയാവും. ഞാൻ കുറച്ച് ഇതിൻ്റെ പകുതി ഒഴിച്ചാലും മതിയാവും, എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവർ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്.